गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे ഗുരുപരമ്പരാം. ഇവിടെ ഈ മഹാക്ഷേത്ര സന്നിധിയിൽ ബ്രഹ്മ കലശോത്സവവും അതിനോടനുബന്ധമായി ഒട്ടനേകം ധാർമ്മിക കാര്യക്രമങ്ങളും ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയോടെ, ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ഉത്സവമായി, അതിലുപരി ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ ആത്മീയ സാധനയായി മാറിയിരിക്കുകയാണ്. ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ അതിൻ്റെ മഹിമ എത്ര ശ്രദ്ധയോടുകൂടിയാണ് ചെറുതെന്ന് തോന്നുന്ന ഘടകങ്ങളെപ്പോലും ക്രമീകരിച്ചിട്ടുള്ളത് എന്ന് നേരിട്ട് കണ്ട് മനസ്സിലാവുന്നുണ്ട്. ക്ഷേത്ര സന്നിധിയിൽ തുടർച്ചയായ ഭജന കീർത്തനങ്ങൾ ഇടതടവില്ലാതെ, അതുപോലെ മറ്റ് ധാർമ്മിക കാര്യക്രമങ്ങൾ എല്ലാം ചേർന്ന് ഇത്രയും വലിയൊരു മഹോത്സവം കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിച്ച സംഘാടകരെ, അതിന് പ്രവർത്തിക്കുന്ന സജ്ജനങ്ങളെ ആരംഭത്തിൽ തന്നെ അഭിനന്ദിക്കട്ടെ, അനുമോദിക്കട്ടെ. ഈയൊരു മഹോത്സവം ഈ ക്ഷേത്രത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും ചൈതന്യവർദ്ധനവിനായിക്കൊണ്ട് തീരുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലും അതേ നവീകരണം നടക്കണം. ക്ഷേത്രത്തിൻ്റെയും കുടുംബത്തിൻ്റെയും നവീകരണം പരസ്പര പൂരകമാവണം എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. എന്താണ് ഇങ്ങനെ പറയുന്നതിന് ഹേതു എന്നാണെങ്കിൽ, നമ്മൾ ജീവിക്കുന്ന വർത്തമാനകാലം പലതരത്തിൽപ്പെട്ട മയക്കുമരുന്നുകൾക്ക് സമൂഹം വിധേയമായി കൊണ്ടിരിക്കുന്ന, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും മയക്കുമരുന്നുകൾക്ക് അടിമയാകുന്ന ഒരു കാലഘട്ടം. നമ്മുടെ കുടുംബങ്ങൾ പല വിധത്തിൽപ്പെട്ട ഛിദ്രതയെ അഭിമുഖീകരിക്കുന്ന കാലഘട്ടം. ഈ സന്ദർഭത്തിൽ ഇത്തരം ക്ഷേത്ര കേന്ദ്രിതങ്ങളായ ആധ്യാത്മിക സാംസ്കാരിക ക്രമങ്ങളൊക്കെ തന്നെ നമ്മുടെ കുടുംബങ്ങളുടെ ഭദ്രതയ്ക്കും ആചാരയുക്തമായ കുടുംബസ്ഥിതിക്കും പ്രേരകമാവണം എന്ന് നമ്മളൊക്കെ സങ്കല്പിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. നോക്കൂ, നമുക്കെല്ലാം അറിയാം, ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏക പ്രാചീന സംസ്കൃതി ഈ ഭാരതീയ സംസ്കൃതിയാണ്. യാതൊന്നിനെ നമ്മൾ ഹിന്ദുധർമ്മം, വൈദിക ധർമ്മം, സനാതനധർമ്മം എന്നൊക്കെ പല പേരിൽ വിളിക്കുമോ? എന്നാൽ അതേ സമയത്ത് ഈ സംസ്കൃതി മാത്രമാണ് ലോകത്തിലെ പ്രാചീന സംസ്കൃതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്യന്തം മഹത്വപൂർണങ്ങളായ ഒട്ടനേകം സംസ്കാരങ്ങൾ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്നു. ഗ്രീസിലായാലും
റോമിലായാലും ഇറാഖിലായാലും ഇറാനിലായാലും അമേരിക്കയിലായാലും ഓസ്ട്രേലിയയിലായാലും ആഫ്രിക്കയിലായാലും ഒക്കെ തന്നെ അതിപ്രാചീനങ്ങളായ സംസ്കാരങ്ങൾ, മഹത്വപൂർണങ്ങളായ സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു. ഒരു സന്ദേഹവും ഇല്ല. പക്ഷേ അവ നിലനിന്ന ഒരു പ്രദേശത്ത് പോലും അത്തരം സംസ്കാരങ്ങളുടെ സജീവ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയില്ല. എല്ലാം നശിച്ചുപോയി. എല്ലാ സംസ്കാരങ്ങളും നശിപ്പിക്കപ്പെട്ടു. എത്ര മഹത്വപൂർണമായിരുന്നു അവ എന്ന് മനസ്സിലാക്കാൻ ഇന്ന് നമ്മുടെ മുമ്പിൽ കാണാൻ സാധിക്കുന്ന അവശിഷ്ടങ്ങൾ ഗ്രീസിൽ മാത്രമാണ്. ഗ്രീസിലെ ഗ്രാമാന്തരങ്ങളിൽ പോലും നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ ഖനനങ്ങളിലൂടെ നേടിയെടുത്ത ക്ഷേത്ര അവശിഷ്ടങ്ങൾ കാണുമ്പോൾ വലിയ വലിയ സഭാമണ്ഡപങ്ങൾ, വട്ട ശ്രീകോവിൽ, ചതുര ശ്രീകോവിലെല്ലാമുള്ള ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ, ബൃഹദാകാരത്തിലുള്ള അവിടുത്തെ സ്തംഭങ്ങൾ, നമ്മളോട് സംസാരിക്കുകയാണോ എന്ന് തോന്നുന്ന പോലെ ജീവസുറ്റ പ്രതിമകൾ, വിഗ്രഹങ്ങൾ ഒക്കെ കാണുമ്പോൾ എത്ര വലിയൊരു സംസ്കൃതി അവിടെ നിലനിന്നിരുന്നു എന്ന് സാമാന്യ യുക്തിയും ബോധവുമുള്ള ആർക്കും മനസ്സിലാവും. പക്ഷേ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു. ആരാണ് സംസ്കാരങ്ങളെ നശിപ്പിച്ചത്? ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും, മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികളാണ് സംസ്കാരങ്ങളെ നശിപ്പിക്കുന്നത്. മതവും സംസ്കാരവും വാസ്തവത്തിൽ തോട്ടവും വനവും പോലെയാണ്. നോക്കൂ, വനം, കാട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താണൊരു വനം, ഒരു കാട്? അനേകായിരം വർഗങ്ങളിൽപ്പെട്ട വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും സസ്യങ്ങളുമെല്ലാം ഒന്നിച്ച് സഹവസിക്കുന്ന, അനേക ജീവജാലങ്ങൾ ഒന്നിച്ച് സഹവസിക്കുന്ന സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ് വനം അഥവാ കാട്. അത് സുന്ദരമാണ്, ശീതളമാണ്, സുഖദമാണ്. എന്നാൽ നവീന യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആ വൃക്ഷങ്ങളെ മുഴുവൻ മുറിച്ച് വേരടക്കം പിഴുതെടുത്ത് ഭൂമി നിരപ്പാക്കി അനന്തരം തുല്യ അകലത്തിൽ കുഴിയെടുത്ത് അതിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് നനച്ച് വളം കൊടുത്ത് വളർത്തിയാൽ ചുരുങ്ങിയ കൊല്ലങ്ങളെ കൊണ്ട് അവിടെ മുഴുവൻ പച്ചപ്പുണ്ടാവും. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വൃക്ഷങ്ങളുണ്ടാവും. പക്ഷേ അത് കാടല്ല, അത് തോട്ടമാണ്, അത് പ്ലാന്റേഷനാണ്. തോട്ടത്തെ സംബന്ധിച്ച് ഒന്ന് മാത്രമാണ് വിള, മറ്റെല്ലാം കളയാണ്. വനത്തിൽ കളയും വിളയും ഇല്ല. താത്പര്യം പരസ്പര സ്നേഹത്തോടെ, പരസ്പര തിരിച്ചറിവോടെ ഒന്നിച്ച് സഹവസിക്കുന്ന സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥ. ജീവാവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ എക്കോസിസ്റ്റംസ്, അതാണ് വനം. തോട്ടം അതല്ല. ഈ വനവും തോട്ടവും പോലെയാണ് സംസ്കാരവും മതവും. സംസ്കാരങ്ങളെല്ലാം വനം പോലെയാണ്. നീ നിൻ്റെ വിശ്വാസങ്ങളെ പുലർത്തിക്കൊള്ളൂ, നീ നിൻ്റെ ആചാരങ്ങളെ പാലിച്ചുകൊള്ളൂ. ഞാൻ എൻ്റെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും കഴിയുന്നു. നമുക്കിടയ്ക്ക് പരസ്പര സ്നേഹത്തോടുകൂടി ഒന്നിച്ച് പരസ്പര ആദരവോടുകൂടി ഈ ലോകത്തിൽ കഴിയാം, സുന്ദരമായ ഈ ലോകത്തിൽ. ഇതാണ് വനസമാനമായ സംസ്കാരത്തിൻ്റെ, ധർമ്മത്തിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ തോട്ടത്തിൻ്റെത് അതല്ല. ഒന്ന് മാത്രം, ഒന്നിലൂടെ മാത്രം, ഒന്നിനു വേണ്ടി മാത്രം, ഒന്ന് മാത്രം വിള, മറ്റെല്ലാം കള. ഈ
മതാധിഷ്ഠിത ശക്തികൾ അധിനിവേശം ചെയ്തിട്ടാണ് പ്രാചീന സംസ്കാരങ്ങളൊക്കെ നശിച്ചതെന്ന് ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ചോദ്യം വരികയാണ്, ഇത്തരം ശക്തികൾ ഭാരതത്തിലേക്ക് കുടിയേറിയില്ലേ? തീർച്ചയായിട്ടും കുടിയേറിയെന്ന് മാത്രമല്ല, നൂറുകണക്കിന് വർഷങ്ങൾ അവരുടെ ഭരണം ഇവിടെ നടപ്പിലാക്കി. നൂറുകണക്കിന് വർഷങ്ങൾ നമ്മൾ അടിമത്തത്തിൻ്റെ ആഴങ്ങളിൽ ആണ്ടുകിടന്നു. പക്ഷേ ഏതാനും ദശകങ്ങളെ കൊണ്ട് മറ്റു പ്രദേശങ്ങളിൽ സംസ്കാരങ്ങളെ നശിപ്പിക്കാൻ കഴിഞ്ഞതുപോലെ ഇവിടെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇന്നും ഈ സനാതനധർമ്മം, ഈ ഭാരതീയ സംസ്കൃതി ലോകത്തിന് മുഴുവൻ പ്രതീക്ഷയെയും പ്രത്യാശയെയും നൽകിക്കൊണ്ട്, അതെ, പ്രതീക്ഷാനിർഭരമായ മനസ്സോടുകൂടി ലോകം ഉറ്റുനോക്കുന്ന ഒരവസ്ഥയ്ക്ക് കാരണമായി വിരാജിക്കുകയാണ്. ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെ വേദം സസ്വരം ചൊല്ലിയോ അതുപോലെ തന്നെ ഇന്നും ചൊല്ലണത്. ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെ നമ്മൾ കർമ്മകാണ്ഡങ്ങളെ പ്രവർത്തിപ്പിച്ചോ അതുപോലെ തന്നെയാണ് ഇന്ന് പ്രവർത്തിപ്പിക്കുന്നത്. ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെ നമ്മൾ ഉപനിഷത്തുക്കളെ പഠിച്ചുവോ വേദാന്ത അനുസന്ധാനം ചെയ്തുവോ അതുപോലെ ഇന്നും ചെയ്യുന്നു. ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് എങ്ങനെ നൃത്തവും സംഗീതവും എല്ലാം വേദത്തിൽ നിന്ന് ഗാന്ധർവ വേദത്തിൻ്റെ ഭാഗമായി വികസിതമായോ അത് കൂടുതൽ ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ധർമ്മം നശിച്ചില്ല. ഇവിടെയാണൊരു ചോദ്യം വരുന്നത്. ആ ചോദ്യം ഇതാണ്: മറ്റ് പ്രദേശങ്ങളിൽ മതാധിഷ്ഠിത ശക്തികളുടെ ധ്വംസനത്തെ കൊണ്ട് സംസ്കാരം നശിച്ചപ്പോൾ, ധർമ്മം നശിച്ചപ്പോൾ എന്തുകൊണ്ട് ഭാരതത്തിൽ നശിച്ചില്ല? ആരാണിതിനെ സംരക്ഷിച്ചത്? ഒരു വിദ്യാർത്ഥി ഈ ചോദ്യം ചോദിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചാൽ അപ്പം മനസ്സിലാവും, സവിശേഷതയാർന്ന ഒരു പ്രസ്ഥാനം, ഒരു സംഘടന ഈ ഭാരതത്തെ നൂറ്റാണ്ടുകളായി സംരക്ഷിച്ചു പോന്നു. ഏതാണ് ആ പ്രസ്ഥാനം? കുടുംബം. ഒരു സംശയമില്ലാതെ പറയാം, കുടുംബം. ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, ഈ സ്വാമി എന്ത് വിഡ്ഢിത്താ പറയണത്, ലോകത്തിൽ മറ്റു പ്രദേശങ്ങളിൽ കുടുംബം ഉണ്ടായിട്ടില്ലേ? നോക്കൂ, ഒന്നോ അതിലധികമോ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് താമസിക്കാൻ ചില കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കുകയും അങ്ങനെ ഉണ്ടാവുന്ന സന്താനങ്ങളുമായി ഒന്നു ചേർന്ന് വസിക്കുകയും അവർക്ക് സ്വത്ത് നീക്കി വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യവസ്ഥകൾ, കുടുംബ വ്യവസ്ഥ ലോകം മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിൽ മാത്രമല്ല. എന്നാൽ മാതൃദേവോഭവ, പിതൃദേവോഭവ തുടങ്ങിയ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട കുടുംബ വ്യവസ്ഥ അമ്മിഞ്ഞപ്പാലിനോടൊപ്പം ആദർശങ്ങളെയും ആചരണങ്ങളെയും തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു നൽകിയ കുടുംബ വ്യവസ്ഥ, ഇത് ഭാരതത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ കുടുംബ വ്യവസ്ഥയാണ് നിസ്സംശയം നമുക്ക് പറയാം നമ്മുടെ ധർമ്മത്തെ സംരക്ഷിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇന്ന് പറയാനുള്ളത്, ഈ കുടുംബത്തെ നമ്മൾ ശക്തിപ്പെടുത്തണേ എന്ന് മാത്രമാണ്. ഗൃഹങ്ങൾ ഉണ്ടായതുകൊണ്ട് കുടുംബമാവില്ല. അവിടെ പതിയോ പത്നിയോ ഉണ്ടായതുകൊണ്ട്, സന്താനം ഉണ്ടായതുകൊണ്ട് കുടുംബമാവില്ല. കുടുംബമാവണമെങ്കിൽ നിത്യവും യജ്ഞങ്ങൾ നിർവഹിക്കപ്പെടുന്ന, പഞ്ചമഹായജ്ഞങ്ങൾ നിർവഹിക്കപ്പെടുന്ന സമ്പന്നമായ സുശക്തമായ ഐക്യത്തോടു കൂടിയ കുടുംബങ്ങൾ നിലനിൽക്കണം. ഇത് പറയുമ്പോൾ നമുക്ക് വളരെ വ്യാകുലത തോന്നും പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ബ്രഹ്മകലശോത്സവം ഇത്ര വലിയ ശ്രദ്ധയോടെ നമ്മൾ സമാചരിച്ച് അത് സമ്പന്നമാകുമ്പോൾ ഓരോ കുടുംബത്തിലും
അതിൻ്റെ സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. വേദം നമ്മളോട് അനുശാസിച്ചു, ഭൂത്യൈന പ്രമദിതവ്യം കുശലാന്ന പ്രമദിതവ്യം എന്നൊക്കെ. ഐശ്വര്യത്തിനായിക്കൊണ്ട് എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറാൻ പാടില്ല. നിൻ്റെയും കുടുംബത്തിൻ്റെയും ഭദ്രതയ്ക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ച് പിന്മാറാൻ പാടില്ല. ഐശ്വര്യത്തിന് വേണ്ടി എന്താ ചെയ്യണ്ടേ? ഐശ്വര്യത്തിന് വേണ്ടി നല്ലപോലെ അധ്വാനിക്കണം. നമ്മൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണോ ആ മേഖലയിൽ കുശലതയോടുകൂടി പ്രവർത്തിക്കണം. ധനം സമ്പാദിക്കണം. ഏത് കുടുംബമാണോ, ഏത് സമാജമാണോ സാമ്പത്തികമായി താഴേക്ക് പോകുന്നത്, അവർ ചവിട്ടി മെതിക്കപ്പെടും മറ്റുള്ളവരാൽ, ഒരു സംശയവുമില്ല. ഇപ്പം സമൂഹത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക ഭദ്രത വേണം. അധ്വാനിച്ച് ധനം സമ്പാദിക്കണം. അതാണ് വേദം പറഞ്ഞത്, ഭൂത്യൈ ന പ്രമദിതവ്യം. ഇതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾ സുശക്തങ്ങളാകണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ദൗർബല്യത്തെ നമുക്ക് ഉപാസിക്കണ്ട. ദുർബലരെ നമുക്ക് സേവിക്കാം, ദുർബലരെ സേവിക്കണം. പക്ഷേ ദുർബലതയെ ഉപാസിക്കരുത്, ബലത്തെ വേണം ഉപാസിക്കേണ്ടത്. അതുകൊണ്ട് വേദം പറഞ്ഞു, ബലമസി, നീ ബലമാണ്, ബലമേ ദേഹി, എനിക്ക് ബലം തരൂ. ഒരിടത്ത് പോലും ദുർബലതയെ തരൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷേ നമ്മൾ അറിയാതെ നമ്മുടെ ധാരണ വികലമായി പോയി. പല സ്ഥലത്തും പോയാൽ പറയാറുണ്ട്, ഓ എന്ത് നല്ല ആളാന്നറിയോ, വായി കൈയിട്ടാ കടിക്കില്ല, അത്ര നല്ല സ്വഭാവമാണ്. കേട്ടില്ല? വായി കൈയിട്ടാ കടിക്കില്ല, അത്ര നല്ല സ്വഭാവമാണ്. വായി കൈയിട്ടാ കടിക്കാത്ത അത്ര നല്ല സ്വഭാവ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വന്ന് എൻ്റെ വായിൽ കൈയിട്ട് നോക്കൂ, ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യാന്ന്. ചിന്തിക്കുക. അല്ലെങ്കിൽ കൈയിടുന്നത് ദന്ത ഡോക്ടർ ആണെങ്കിൽ കടിക്കരുത്, അല്ലാതെ കണ്ടോന് കൈയിടാനുള്ള സാധനമാണോ നമ്മുടെ വായ? ഇതുപോലെ വലത്തെ കരണത്തടി കിട്ടിയ ഇടത്തും കാണിച്ചു കൊടുക്കണം എന്നാ. ഇടത്തും കിട്ടിയാലോ ബലവും കാണിക്കുക. ഇങ്ങനെ കണ്ടവനോട് തല്ലുകൊണ്ട് നശിക്കേണ്ടവരാണോ നമ്മൾ? അല്ല. അവിടെയാണ് വേദം പറയുന്നത്, കുശലാന്ന പ്രമദിതവ്യം, ആത്മരക്ഷാർത്ഥാത് കർമ്മണഃ ന പ്രമദിതവ്യം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ സുശക്തങ്ങളാകണം. നമ്മൾ ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്. രണ്ട് ഈശ്വരന്മാരില്ല. ദ്വൗ ഈശ്വരൗ ന സംഭവതഃ. രണ്ട് ഈശ്വരന്മാരില്ല. എന്നാൽ ദേവതകളോ അനേക കോടി ദേവതകളുണ്ട്. അനേക കോടി ദേവതകൾ, 30 കോടി ദേവതകൾ എന്നൊന്നും പറഞ്ഞേക്കരുത്. കോടാനുകോടി ദേവതകളുണ്ട്. അഗ്നി ദേവതയാണ്, വായു ദേവതയാണ്, ജലം ദേവതയാണ്. അങ്ങനെ അങ്ങ് പോകും. ഇവിടെ തന്നെ നമ്മൾ പരമേശ്വരനെ മുഖ്യസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചപ്പോഴും ഗണപതിക്ക് പ്രാധാന്യം കൊടുത്ത് ഉപാസിക്കുന്നു. എത്ര ദേവതകളുണ്ട്, കോടാനുകോടി ദേവതകൾ. ഈശ്വരൻ ഏകനാണ്. ശ്രദ്ധിക്കുക. സകല ദേവതകളിലൂടെയും ലക്ഷ്യമാക്കപ്പെടുന്നത് ഏകേശ്വരനെയാണ്. ആ ഈശ്വരോപാസന ചെയ്ത്, ദേവതോപാസനകളിലൂടെ ഈശ്വരോപാസന ചെയ്ത് കരുത്താർജിക്കുക, നല്ല പോലെ കരുത്താർജിക്കുക. ഓരോ ഗൃഹത്തിലും നിത്യവും പഞ്ചമഹായജ്ഞങ്ങൾ നടക്കണം. അവനവൻ്റെ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ സ്നേഹാദരവുകളോടെ സേവിക്കുകയും മരിച്ചവരെ സംബന്ധിച്ച് ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും വേണം. ഇത് രണ്ടും ചെയ്താൽ പിതൃയജ്ഞമായി. ദിവസവും അല്പമെങ്കിലും നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുകയും അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുകയും വേണം. ഇത് നിർബന്ധമാണ്.
ഇതിൽ നമ്മൾ വീഴ്ച വരുത്തുന്നു. ഈ 2 മാസം മുമ്പ് നമ്മളൊരു സ്ഥലത്ത് പോയപ്പോൾ 100 കണക്കിന് ആൾക്കാർ കൂടിയൊരു സ്ഥലം. അവിടെ നമ്മൾ ചോദിച്ചു, ഈ കൂട്ടത്തിൽ എത്ര പേര് കൊച്ചു കുഞ്ഞുങ്ങളായപ്പോൾ മുത്തശ്ശനിൽ നിന്ന്, മുത്തശ്ശിയിൽ നിന്ന്, അമ്മമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന് ധാർമ്മിക കഥകൾ കേട്ട് വളർന്നിട്ടുണ്ട്? 99% പേരും കൈപൊക്കി, 100 കണക്കിന് പേര്. അവരോട് നമ്മൾ ചോദിച്ചു, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? 3 കൈകളാ പൊങ്ങിയത്. ചിന്തിക്കുക. അതുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ സനാതനത്വം തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് ധാർമ്മികാശയങ്ങളെ കൈമാറുന്നതിലൂടെയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ബ്രഹ്മയജ്ഞം ദിവസവും അനുഷ്ഠിക്കുക. വീഴ്ച വരുത്തരുത്. അതുപോലെയാണ് ദൈവയജ്ഞം. ദൈവയജ്ഞം എന്ന് പറയുമ്പോൾ അഗ്നിഹോത്രം നമ്മുടെ ഗൃഹങ്ങളിൽ ചെയ്യുക, സമീപസ്ഥമായ ക്ഷേത്രത്തിൽ ദിവസത്തിൽ ഒരു നേരമെങ്കിലും പോയി ഒന്ന് ഉപാസിക്കുക, ദിവസവും അല്പമെങ്കിലും മന്ത്രജപം ചെയ്യുക. നോക്കൂ, ചോറ് കൊടുക്കണേ അന്നപ്രാശത്തിന് മുമ്പുള്ള കുട്ടികൾ എത്ര മണിക്ക് ഉണരുമെന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ? 6ാം മാസത്തിലല്ലേ അന്നപ്രാശം, ചോറൂണ്. അതിന് മുമ്പുള്ള കുട്ടികൾ എപ്പോൾ ഉണരും? രാവിലെ സൂര്യോദയത്തിന് 3 മണിക്കൂർ മുമ്പ് മുതൽ 2 മണിക്കൂർ മുമ്പ് വരെയുള്ള ആ ഒരു ഇടവേളയിൽ അവർ ഉണരും. ആ സമയത്ത് നമ്മൾ ഉണരണം. എന്തെങ്കിലും മന്ത്രം ജപിക്കണം, ഇഷ്ടമുള്ളത്, ഇന്നത് ചെയ്യണമെന്ന് പറയുന്നില്ല. കരുത്താർജിക്കണം. സന്ധ്യാസമയത്തെങ്കിലും വീട്ടിലെല്ലാവരും ഒത്തൊരുമിച്ച് ജപിക്കണം. നമ്മുടെ സമൂഹത്തിൽ നമുക്കാവുന്ന സേവാപ്രവർത്തനങ്ങൾ ചെയ്യണം. കഷ്ടപ്പെടുന്നവരെ, ദുഃഖിക്കുന്നവരെ, ക്ലേശിക്കുന്നവരെ ആവുന്ന രീതിയിൽ സേവിക്കണം. ഇതെല്ലാം ചെയ്താൽ ദൈവയജ്ഞമായി. അതുപോലെ മനുഷ്യയജ്ഞവും ഭൂതയജ്ഞവും. അതിഥികളെ പൂജിക്കുന്ന, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് സമീപത്ത് ആരെങ്കിലും വിശന്നിരിക്കുന്നുണ്ടോ എന്ന് നോക്കി പങ്കുവെക്കുന്ന മനുഷ്യയജ്ഞം. അതുപോലെ നമ്മുടെ വീടിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള എല്ലാ സസ്യങ്ങളെയും ജന്തുക്കളെയും സ്നേഹിക്കുന്ന, നമുക്കാവുന്നത് സമർപ്പിക്കുന്ന ഭൂതയജ്ഞം. ഈ പഞ്ചമഹായജ്ഞങ്ങൾ ദിവസവും നമ്മൾ ആചരിക്കണം. അങ്ങനെ കുടുംബങ്ങളെ നിലനിർത്തി ഐശ്വര്യത്തോടെ, കരുത്ത് ആവർത്തിച്ച് പറയുന്നു. കാരണം ഇതിൽ നമ്മൾ വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു, അനേക ദേവതകളെ പൂജിക്കുന്നവരാണ് നമ്മൾ. ഏതെങ്കിലും ദേവത ദുർബലരാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒരു ദേവതയും ദുർബലരല്ല. എല്ലാവരും പ്രബലങ്ങളായ ആയുധങ്ങളോട് കൂടിയവരാ. ധർമ്മ സംരക്ഷണത്തിന് സീതാദേവി വനത്തിൽ വെച്ച് ശ്രീരാമനോട് പറഞ്ഞു, രാമ, ഈ ആയുധം ഒന്ന് ഉപേക്ഷിക്കണേ. ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, സീതയെ വേണമെങ്കിൽ നിന്നെ ഉപേക്ഷിക്കാം, ചിലപ്പോൾ ലക്ഷ്മണനെയും ഉപേക്ഷിച്ചേക്കാം, ധർമ്മ സംരക്ഷണത്തിനുള്ള ആയുധം ഉപേക്ഷിക്കില്ല എന്ന്. ശ്രദ്ധിക്കുക. കരുത്തുറ്റ സമൂഹം, സമ്പന്നമായ സമൂഹം, ആചാരനിഷ്ഠയുള്ള സമൂഹം, അത്തരം സമൂഹമായി നമുക്ക് രൂപപ്പെടാൻ സാധിക്കണം. വളരെയധികം ശ്രദ്ധിക്കുക. അങ്ങനെ സമന്വിതമായി ക്ഷേത്രത്തിൻ്റെയും നമ്മുടെയും സമാജത്തിൻ്റെയും ഗൃഹങ്ങളുടെയും കുടുംബങ്ങളുടെയും ഐശ്വര്യം പരസ്പര പൂരകമാക്കി തീർക്കാൻ നമുക്ക് സാധിച്ചാൽ, സർവോപരി നോക്കൂ, വേദത്തിൻ്റെ 10552 മന്ത്രങ്ങളുള്ള ഋഗ്വേദ സംഹിതയുടെ അവസാനം നമ്മളോട് എന്താ പറഞ്ഞേ? നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, സംഗച്ഛധ്വം. നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ, സംവദധ്വം. ഈ ഒന്നിച്ചെന്നുള്ള ഒരു സമുദായ ഭിന്നതകളും നമുക്കിടയ്ക്കില്ലാതെ, അത് ആ ജാതിയാണ്, ഈ ജാതിയാണ്,
എന്ന് പറഞ്ഞ് നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പലരും ചെയ്ത കുത്സിത ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞ് നാം ഐക്യത്തോടുകൂടി, ഏകതയോടുകൂടി നാം ഒന്നാണ്. ആ ഒരുമയുടെ മന്ത്രം അതാണല്ലോ ഋഗ്വേദത്തിൻ്റെ അവസാനത്തെ സൂക്തം, ഐകമത്യ സൂക്തം. ആ സൂക്തം നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഐശ്വര്യ സമൃദ്ധിയോടുകൂടി ഉയരാൻ പരിശ്രമിക്കുക എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്. ഇവിടെ അനേക വ്യക്തികളുടെ ഭാഷണങ്ങളുണ്ട്. എല്ലാം ഭംഗിയായി നടക്കണം. ഒരാൾ അധികം നേരം സംസാരിച്ചാൽ അത് ഉചിതമല്ല ഈ ഒരു വേദിയിൽ. പക്ഷെ ഇത് പറഞ്ഞേ തീരൂ. എന്തുകൊണ്ടെന്നാൽ നമ്മൾ നിത്യവും സമൂഹത്തിൽ സംബന്ധിച്ചുകൊണ്ട്, സമ്പർക്കം ചെയ്തുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ദിവസവും ഭാരതത്തിലുടനീളം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എവിടെ പോകുന്ന സമയത്തും കുടുംബത്തിൻ്റെ കെട്ടുറപ്പിൽ വീഴ്ചകൾ കാണുന്നു. വലിയ വലിയ വീടുകൾ കാണുന്നുണ്ട്. പണ്ട് 2 മുറിയുള്ളിടത്ത് ഇപ്പോൾ 10 മുറിയുണ്ട്. പണ്ട് വലിയ വരാന്തകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ചെറിയ വരാന്തകളുണ്ട്. പക്ഷേ ചെറിയ ബെഡ്റൂം ഉണ്ടായിരുന്നിടത്ത് വലിയ ഫുട്ബോൾ കളിക്കാൻ വലിപ്പമുള്ള ബെഡ്റൂമുകളുണ്ട്. വലിയ മാറ്റം. വലിയ വീടുകളായിരിക്കുന്നു. അവിടെ ഹസ്ബൻഡ് ഉണ്ട്, വൈഫുണ്ട്. പക്ഷേ കുടുംബത്തെ കാണുന്നത് കുറഞ്ഞിരിക്കുന്നു. ഇത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ക്രമീകരിക്കുന്നില്ലെങ്കിൽ നാളെയിലേക്ക് ആപത്താണ്. അതുകൊണ്ട് ഈ ധർമ്മ സംരക്ഷണത്തിന്, ഈ ധർമ്മം നിലനിന്നാൽ മാത്രമേ ലോകത്തിന് ശാന്തിയും സമാധാനവും ഉണ്ടാവുള്ളൂ. കാരണം കളയും വിളയുമില്ലാത്ത, ആവർത്തിക്കട്ടെ, കളയും വിളയുമില്ലാത്ത ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച ഏകദർശനം, വിശ്വം ഭവത്യേകനീടമെന്ന വേദമന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ സനാതനധർമ്മമാണ്. അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ലോകം നിലനിൽക്കണോ, ഈ ധർമ്മം പോഷിപ്പിക്കപ്പെടണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ആദർശത്തിലൂടെയും ആചരണങ്ങളിലൂടെയും, അടിവരയിട്ട് പറയട്ടെ, കുടുംബങ്ങളിലൂടെ ആണ് എന്ന യാഥാർത്ഥ്യം ഓർമ്മിക്കുക എന്ന് മാത്രം പറഞ്ഞ് എല്ലാ ശുഭസങ്കല്പങ്ങളും ഈ ബ്രഹ്മ കലശോത്സവത്തിന് സമർപ്പിച്ച്, ഇവിടെ പലരും മലയാള ഭാഷ വേണ്ടതുപോലെ അറിയാത്തവരായിരിക്കും. പലരും എങ്കിലും പൊതുവെ മലയാളം അറിയുന്നവരായിരിക്കും കുറേ പേര്. എങ്കിലും വിവിധ ഭാഷകളിൽ ഇവിടെ ഭാഷണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം വിവിധ ഭാഷകളുള്ള പ്രദേശമാണല്ലോ ഇത്. അതുകൊണ്ട് ഈ പറഞ്ഞ ആശയം ആവർത്തിച്ച് ഉറപ്പിച്ച് നമ്മൾ ഓരോരുത്തരും സാമ്പത്തികമായ ഭദ്രത, ആചാരശുദ്ധി, ഗൃഹങ്ങളിൽ ധാർമ്മിക ആചരണങ്ങൾ, കുടുംബം ശക്തമായി നിലകൊള്ളുക എന്നുള്ളത്, ഈ മന്ത്രങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുക എന്ന് മാത്രം പറഞ്ഞ് എല്ലാ ശുഭസങ്കല്പങ്ങളും ഹാർദമായി ಸಮರ್ಪಿക്കുന്നു. ನಮಸ್ಕಾರ. ನಮ್ಮನ್ನು ಹರಸಿ ಆಶೀರ್ವದಿಸಿದಂತಹ ಪರಮಪೂಜ್ಯ ಶ್ರೀ ಶ್ರೀ ಚಿದಾನಂದಪುರಿ ಸ್ವಾಮೀಜಿಯವರಿಗೆ ಸಾಷ್ಟಾಂಗ ಪ್ರಣಾಮಪೂರ್ವಕ ವಂದನೆಗಳನ್ನು ಸಲ್ಲಿಸುತ್ತಾ, ನಮ್ಮ ಅತಿಥಿಗಳಾಗಿ ಡಾಕ್ಟರ್ ನಾಗರಾಜ್ ಭಟ್ ಅವರು ವೇದಿಕೆಯನ್ನು ಅಲಂಕರಿಸಿದ್ದಾರೆ. ಅವರಿಗೆ ಶಾಲು ಹೊದಿಸಿ ಗೌರವಿಸಬೇಕಾಗಿ ಎಂಬುದಾಗಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ಅದೇ ರೀತಿ ಹಿರಿಯ ಉದ್ಯಮಿಗಳು, ಧಾರ್ಮಿಕ ಮುಂದಾಳುಗಳಾಗಿರುವಂತಹ ಶ್ರೀಯುತ ಗಿರಿಧರ್ ಕಾಮತ್ ಕೂಡ ವೇದಿಕೆಯಲ್ಲಿ ಉಪಸ್ಥಿತರಿದ್ದಾರೆ. ಅವರನ್ನು ಕೂಡ ಗೌರವಿಸಬೇಕಾಗಿ ನಮ್ಮ ಪದಾಧಿಕಾರಿಗಳಲ್ಲಿ ಕೇಳಿಕೊಳ್ತಾ ಇದ್ದೇವೆ. ಶ್ರೀಯುತ ವಿ ರಾಮಯ್ಯ ಭಟ್, ಉಪಾಧ್ಯಕ್ಷರು ಬ್ರಹ್ಮಕಲಶೋತ್ಸವ ಸಮಿತಿ, ಅವರು
ವೇದಿಕೆಯನ್ನು ಅಲಂಕರಿಸಬೇಕೆಂಬುದಾಗಿ